ശിവഭഗവാന്റെ പൂജയ്ക്ക് ശംഖ് ഉപയോഗിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ശിവപുരാണം അനുസരിച്ച് ശംഖ്ചൂഡ് എന്നൊരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹം രാജധുമുവിന്റെ പുത്രനായിരുന്നു. മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്ത് ശംഖ്ചൂഡ് ഒരു അതിവിശിഷ്ടമായ വരം നേടി, കൃഷ്ണകവചം. ഈ കവചം ലഭിച്ചതോടെ ഒരു ദേവനോ അസുരനോ പോലും അവനോട് യുദ്ധം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ ശക്തിയാൽ ദേവലോകത്തെയും ഋഷിമാരെയും അവൻ നിരന്തരം ഉപദ്രവിച്ചു. ശംഖ്ചൂഡ് 3 ലോകങ്ങളിലും പരമാധികാരിയായിത്തീർന്നു. പിന്നീട് അവൻ തുളസീദേവിയെ വിവാഹം ചെയ്തു. തുളസീദേവിക്ക് മുമ്പേ ഗണപതി ഭഗവാനിൽ നിന്ന് ഒരു ശാപം ലഭിച്ചിരുന്നു, ഒരു അസുരനെ വിവാഹം ചെയ്യേണ്ടിവരുമെന്നത്. ശംഖ്ചൂഡന്റെ അതിക്രമം സഹിക്കാൻ കഴിയാതെ ദേവതകൾ മഹാവിഷ്ണുവിനെ സമീപിച്ചു. എന്നാൽ വിഷ്ണു ഭഗവാൻ തന്നെ ശംഖ്ചൂഡന് ഈ വരം നൽകിയതിനാൽ അദ്ദേഹത്തിന് നേരിട്ട് യുദ്ധം ചെയ്യാനായില്ല. അപ്പോൾ ദേവന്മാർ ശിവഭഗവാനെ സമീപിച്ചു. ശിവഭഗവാൻ യുദ്ധത്തിന് തയ്യാറായി. പക്ഷേ കൃഷ്ണകവചം ധരിച്ചിരുന്നതിനാൽ ശംഖ്ചൂഡനെ നേരിട്ട് ആക്രമിക്കാൻ ശിവനാലാകില്ല. കൂടാതെ തുളസീദേവി കഠിനതപസ്സിൽ മുഴുകിയിരുന്നതിനാൽ ആ തപസ്സിന്റെ ശക്തിയാൽ ശംഖ്ചൂഡന്റെ കവചം കൂടുതൽ ശക്തിയായി. വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണവേഷം ധരിച്ച് ശംഖ്ചൂഡന്റെ അടുത്തേക്ക് പോയി. തന്ത്രപൂർവ്വം കൃഷ്ണകവചം അവനിൽ നിന്ന് കൈക്കലാക്കി. അതിനുശേഷം വിഷ്ണു ഭഗവാൻ തന്നെ ശംഖ്ചൂഡന്റെ രൂപത്തിൽ തുളസീദേവിയുടെ മുമ്പിലെത്തി. അവളുടെ തപസ് നിലച്ചതോടെ ശംഖ്ചൂഡൻ തന്റെ പരിരക്ഷണത്തെ നഷ്ടപ്പെട്ടു. ഇതിനുശേഷം ശിവഭഗവാൻ തന്റെ ഉഗ്രരൂപം ദർശിപ്പിച്ചു. തന്റെ ത്രിശൂലമുയർത്തി ശംഖ്ചൂഡനെ സംഹരിച്ചു. ശംഖ്ചൂഡന്റെ അസ്ഥികൾ ഭൂമിയിൽ വീണപ്പോൾ അവ ശംഖങ്ങളായി മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ വിഷ്ണു ഭഗവാൻ ശംഖജലം പൂജയിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ശിവഭഗവാൻ ഒരു അസുരന്റെ അസ്ഥികളിൽ നിന്നുണ്ടായ ശംഖജലം ഉപയോഗിക്കില്ല. ഇതാണ് ശിവന്റെ പൂജയിൽ ശംഖം ഉപയോഗിക്കാത്തതിന്റെ പൗരാണിക കഥ.